ശാക്തീകരണത്തിനും തൊഴിലാളി ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഒരു വികസന രേഖ ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പുറത്തിറക്കിയിട്ടുള്ളത്. തൊഴിലാളി ക്ഷേമം ഒപ്പം തന്നെ ആലപ്പുഴയുടെ സമഗ്ര വികസനമാണ് ഈ ഒരു വികസന പത്രികയിലുള്ളത്. 44,850 കോടി രൂപയുടെ വികസന പദ്ധതികളും ഈ ഒരു പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. ആലപ്പുഴയുടെ മുഖച്ഛായ മാറ്റാനുതകുന്ന 44,850 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വികസന രേഖയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. 1 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീനുകൾ, 3 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട്, പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് 25,000 രൂപയുടെ പ്രത്യേക സ്കോളർഷിപ്പ് എന്നിവയടക്കം വനിതാ പ്രാതിനിധ്യം, സുരക്ഷ, ശാക്തീകരണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയുള്ള വികസന രേഖയാണ് ആലപ്പുഴയ്ക്കായി അവതരിപ്പിച്ചത്. പെൺകുട്ടികൾക്ക് +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 25,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ്, അത് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ അമ്മ ഹീരാബൻ അമ്മയുടെ, സ്വർഗീയായിട്ടുള്ള ഹീരാബൻ അമ്മയുടെ പേരിലാണ് ആ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ അത് വികസന രേഖയിൽ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ അമ്മമാരും പെൺകുട്ടികളും സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് 3 വർഷം സമയം തന്നാൽ ആ 3 വർഷത്തിനകം എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എൻഡിഎ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസൻ വികസന രേഖ പ്രകാശനം ചെയ്തു. It is evident from the manifesto that she is giving to the women of this constituency. We usually say that BJP is a party with a difference. Here we can say that Shobha Surendranji is a candidate with a difference in identifying and approaching. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസിത ഭാരതത്തിന്റെ പരിച്ഛേദമാണ് ആലപ്പുഴയ്ക്കും വിഭാവനം ചെയ്യുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ആലപ്പുഴയ്ക്കായി എയിംസ്, 100 ജൻ ഔഷധി കേന്ദ്രങ്ങൾ, തീരദേശത്തെ ജനങ്ങളുടെ പുനരധിവാസം തുടങ്ങി കാർഷിക, വ്യാവസായിക, ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റവും വികസന രേഖ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജനം, ആലപ്പുഴ.